മുഖ്യമന്ത്രി ഇന്ന് പോട്ടേന്ന്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ പോകാൻ പാടില്ല. ഇതേ പണി മുമ്പ് ചെയ്തതാണ്. സഖാവ് കൊടിയേരി സഖാവ് മരിച്ച ദിവസം, മരിക്കുന്നതിൻ്റെ തലേ ദിവസം, മരിച്ച ദിവസം ആ ബോഡി AK സെൻറ്ററിലും വഴിയിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല. തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി 5 മിനിറ്റ് AK സെൻറ്ററിൽ കിടത്തിയിട്ട് കേരളത്തിലെ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാണ് കണ്ണൂരിലേക്ക് പോയത്. കണ്ണൂരതെത്തി ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റീത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രി കുടുംബമാണ്. കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. ആ യാത്ര ഒരു ദിവസം മാറ്റി വയ്ക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അതിനു പോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളെ കണ്ണീരിലാഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിലെത്തിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ്. ആ ടീം ഇപ്പം ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയുക, നമ്മളാരും അന്തം വിട്ടൊരു കാര്യമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം, സഖാക്കൾ ഇത് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന പിണറായി സൈതാണ്. ഈ ഏകാധിപത്യവും ഈ കുടുംബാധിപത്യവും ഈ സ്വേച്ഛാധിപത്യവും, ഇത് സ്വേച്ഛാധിപത്യം കൂടിയാണ്. ഇന്ന് അദ്ദേഹം പോകുക എന്ന് പറഞ്ഞാൽ കെട്ടിടം തകർന്നു പോകുന്ന രോഗികൾ മരിക്കുക, ചികിത്സിക്കാൻ എന്തായാലും ഇല്ല. ചികിത്സിക്കാൻ പോകുന്നവൻ ഗതി കെട്ടിട്ട് പോകുന്ന ഈ മനുഷ്യരെ അവരുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കുക. അപ്പോഴാണ് മൂപ്പരെ ബീമ്പ് പറച്ചിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യസ്ഥിതി അമേരിക്കയോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അമേരിക്കയോടെ ഇവിടെ തൊട്ടടുത്തുണ്ട് ശ്രീലങ്ക. ശ്രീലങ്കനോടൊന്ന് കോമ്പീറ്റ് ചെയ്താൽ മതി. പട്ടിണി രാജ്യ. അവിടെ ഈ ഗതികേട് ആരുടെ തലയിലേക്കും കെട്ടിടം പൊളിഞ്ഞ് വീണിട്ടൊന്നും ശ്രീലങ്കയിൽ ആരും മരിച്ചിട്ടില്ല. അപ്പം ഈ രീതിയിൽ പുകമറകൾ സൃഷ്ടിക്കുക, ഊതി വീർപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അത് പ്രചരിപ്പിക്കുക, അതല്ലേ വസ്തുത. ഇതിലേറെ എത്രയോ ബെറ്റർ അല്ലേ തമിഴ്നാട്ടിൽ? നിങ്ങളത് പോയി നോക്കൂ. കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുള്ളത്? കൂന് പോലെ പൊട്ടിമുളക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിൻ്റെ തകർച്ചയല്ലേ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ മുഴുവൻ. എന്തേ തമിഴ്നാട്ടിലതില്ലാത്തത്? ഇവിടെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കൊന്ന് പോയി നേരെ കന്യാകുമാരി ഒന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ പോയി നോക്കും. ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ ക്ലിനിക്കില്ല. ക്ലിനിക്കില്ലാത്ത 2 MBBS ഡോക്ടർമാരില്ലാത്ത ഏതെങ്കിലും ഒരു വാർഡ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടോ? ഒരു ലാബില്ലാത്ത ഏതെങ്കിലും വാർഡുണ്ടോ കേരളത്തിൽ? തമിഴ്നാട്ടിലൊരു ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രി കണ്ട് രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 25 കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യണം. എന്ത് ഇത്രമാത്രം ക്ലിനിക്കുകളും ആശുപത്രികളും ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ വരുന്നത്? എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കുക. ഈ ഇടത്തരക്കാരും പാവപ്പെട്ടവരും വീട് വിറ്റും പലിശക്കെടുത്തും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ചികിത്സിക്കണത്. 50,000 കോടിയാണ് കഴിഞ്ഞ 24-25 വർഷത്തെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ട്രാൻസാക്ഷൻ. 50,000 കോടി. ഒരു സർക്കാർ 140, 150, 1,50,000 കോടിയാണ് സർക്കാരിൻ്റെ മൊത്തം ബഡ്ജറ്റ്. അതിൻ്റെ 1/3 ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ കൊള്ളയടിച്ചു പോകുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുക. മൂപ്പര് അമേരിക്കയ്ക്ക് പോവുക. ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായം. പ്രതികരിക്കേണ്ടവൻ പ്രതികരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കുത്തിരി പിടിച്ച് നിർത്തണം പ്രതിപക്ഷം. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൽ കയറാൻ സമ്മതിക്കരുത്. ഈ മനുഷ്യനെ മുഴുവൻ കൊലക്ക് കൊടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് ഒരു അമേരിക്കയിലേക്ക് ചികിത്സ പോകുമ്പോൾ ആ എയർപോർട്ടിന് മുമ്പിൽ പോയിട്ട് ജനങ്ങളുടെ വികാരം ഒന്ന് പ്രകടിപ്പിക്കാനുള്ള എന്താ പറയുക ധാർമ്മിക ഉത്തരവാദിത്തമെങ്കിലും പ്രതിപക്ഷം കാണിക്കണം. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്ത് തോന്നിയ ദിവസം കേരളത്തിൽ നടത്താലോ. ചോദിക്കാൻ ആളില്ലെങ്കിൽ എന്താ? ചോദിക്കാൻ ആളില്ലാത്ത പൂരപ്പറമ്പിൽ നടക്കുന്ന അടിയില്ലേ? അതാ കേരളത്തിൽ നടക്കുന്നത്. ആർക്കാ ഉത്തരവാദിത്തം? ആരതിനെ തിരുത്തേണ്ടത്? ആരാ ചോദിക്കേണ്ടത്? ഒരാളില്ല.